വഴിയോര വാണിഭം സ്ഥിരം കടകളുടെ മുൻപിൽ അനുവദിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വഴിയോര കച്ചവടക്കാർ സംഘടനാ ബലത്തിൽ വ്യാപാരം ചെയ്ത് സ്ഥിരം കച്ചവടക്കാരെ കുത്തുവാള എടുപ്പിക്കുന്ന പ്രവണതയാണുള്ളതെന്ന് ഏകോപന സമിതി കായംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വാടകയും ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസും നൽകി കടമുറികളെടുത്ത് വ്യാപാരം നടത്തുന്ന വ്യാപാരികളുടെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ മാർഗതടസ്സമുണ്ടാക്കി വഴിയോര വാണിഭം നടത്തിവരുന്ന പ്രവണത അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഗവൺമെന്റ് ഇടതുപക്ഷമാകട്ടെ, യുഡിഎഫാകട്ടെ, ബിജെപി ആകട്ടെ, നമ്മൾ രാഷ്ട്രീയ പ്രേരിതമല്ലാതെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന നിലപാടുകൾ വ്യാപാരി സമൂഹത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ് നമുക്ക് GST മാറ്റം വരുത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വാടകയ്ക്ക് ഈ നമ്മുടെ 1964 സെയിൽ ടാക്സ് കുടിശ്ശിക ഒഴിവാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് വന്ന വാടകയ്ക്ക് മേലുള്ള GST നമ്മുടെ 2017 നമ്മൾ സമരം ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനമാണ്, നമ്മളുമായി നരേന്ദ്രമോദി ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ 20 ലക്ഷം രൂപ വരെ നമ്മുടെ ജന്മികൾക്ക് രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ളത്. കാരണം നമുക്ക് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായാലും നമ്മളാണ് GST കൊടുക്കുന്നത്. വരെ വാടക വാങ്ങിക്കുന്ന ജന്മികൾ വളരെ കുറവാണ്. അവരാണ് കൂടുതൽ. അപ്പം നമുക്ക് പലപ്പോഴും വാടകയ്ക്ക് മേൽ GST അടയ്ക്കേണ്ടി വന്നിരുന്നില്ല. എന്നാൽ GST കൗൺസിൽ അടുത്ത കാലത്ത് കൂടി വാടകയ്ക്ക് മേൽ ഉണ്ടെങ്കിൽ വാടകയ്ക്ക് മേൽ GST അടയ്ക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഇന്ത്യൻ ഏക വ്യാപാരി വ്യവസായി പ്രസിഡന്റുമാർ എല്ലാ യൂണിറ്റുകൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. നാളെ വരുന്ന പത്രം എല്ലാവരും അഡീഷണലായി വാങ്ങിച്ച് കടക്കാർക്ക് വിതരണം ചെയ്തു. ഏതാണ്ട് 1.5 ലക്ഷം പത്രം അഡീഷണലായി വാങ്ങി. പെട്ടിവണ്ടികളിലും ഓട്ടോറിക്ഷ മുതൽ ടെമ്പോ വാൻ വരെയുള്ള വാഹനങ്ങളിലും സാധനങ്ങൾ കുത്തിനിറച്ച് നിയമങ്ങൾ കാറ്റിൽ പറത്തി ചിലർ വ്യാപാരം നടത്തുകയാണ്. നിയമാനുസൃതം ലൈസൻസ് എടുത്ത് GSTയും മറ്റു പലവിധ നികുതികളും അടച്ച് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്കും വാഹനഗതാഗതത്തിനും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന പ്രവണത നാട്ടിൽ വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും രാജു അപ്സര പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് ഷിബു ABS അധ്യക്ഷനായി. V സിബിൽരാജ്, സുഭാഷ്, AM ഷെരീഫ്, PC ഗോപാലകൃഷ്ണൻ, M ജോസഫ്, P സോമരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 2026-2028 കാലയളവിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി V സബിൽരാജ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റായി ഷിബു ABSനെയും ജനറൽ സെക്രട്ടറിയായി P സോമരാജനെയും യൂണിറ്റ് ട്രഷററായി M ജോസഫിനെയും രക്ഷാധികാരിയായി AM ഷെരീഫ്, വൈസ് പ്രസിഡന്റുമാരായി VK മധു, അബു ജനത, വിഠലദാസ്, സലിം അപ്സര, ശശി പൗർണമി, സജു മറിയം, വിഷ്ണു വിജയൻ എന്നിവരെയും സെക്രട്ടറിമാരായി SK സുബേർ, പ്രവീൺ കുമാർ, ആരിഫ്, അനു, നാഗൻ രാജാസ്, ദേവസി എന്നിവരെയും സെക്രട്ടേറിയറ്റ് മെമ്പർമാരായി SK നസീർ, പ്രദീപ് കുമാർ, സ്വപ്ന, ഷമീം ചിരാമത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം.